ഹലോ, നമുക്ക് 9ാം ക്ലാസ്സിലെ 7ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള മണലാരണ്യങ്ങളിലൂടെ എന്ന് പറയുന്നതിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ നോക്കാം. ജസ്റ്റ് വി ആർ റീക്യാപ്പിംഗ് ദാറ്റ് യൂണിറ്റ്. നമ്മൾ ചെറുതായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്യുകയാണ് ആ ഒരു യൂണിറ്റ്. ത്രോ ദ സാൻഡി പ്ലെയിൻസ്, മണലാരണ്യങ്ങളിലൂടെ എന്ന് പറയുന്ന യൂണിറ്റ് ഒന്ന് ക്വിക്കായിട്ട് റിവൈവ് ചെയ്ത് നോക്കാം. നോക്കൂ, നമ്മൾ 9ാം ക്ലാസ്സിലെ പലതരത്തിലുള്ള ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ട് പല യൂണിറ്റുകളിലായിട്ട് പഠിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭൂപ്രകൃതിയെ പല ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലെ പല യൂണിറ്റുകളിലായിട്ട് പഠിക്കുന്നുണ്ട്. സമതലങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. എക്സ്റ്റെൻസീവ് പ്ലെയിൻസ് എന്ന് പറയുന്ന യൂണിറ്റിൽ സമതലങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. കോസ്റ്റൽ ലൈൻസിനെ കുറിച്ച് നമ്മൾ തീരങ്ങളിലൂടെ എന്ന് പറയുന്ന യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. പ്ലേറ്റോനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. അത്തരത്തിൽ ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ടുള്ള ഡെസേർട്ടുകളെ കുറിച്ച് അഥവാ മരുഭൂമികളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഈ ഒരു യൂണിറ്റ് മനസ്സിലാക്കാം. ഈ യൂണിറ്റ് മനസ്സിലാക്കുന്നതിന് മുന്നേ ചില സിനിമകൾ, നമ്മൾ കണ്ട് പരിചിതമായിട്ടുള്ള ചില സിനിമകൾ, ചില ഗാനരംഗങ്ങൾ, ചിലർ വായിക്കുന്നവരാണെങ്കിൽ നമ്മൾ വായിച്ച് പരിചിതമായിട്ടുള്ള ചില സീനുകളൊക്കെ നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. മരുഭൂമി നമ്മളെ എന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു ജോഗ്രഫിയാണ് അല്ലേ. നമ്മൾ കണ്ട് പരിചിതമായിട്ടുള്ള ഭൂപ്രകൃതികളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമാണ് മരുഭൂമി അല്ലേ. ആടുജീവിതം സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. ആടുജീവിതം നോവൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. മരുഭൂമി പശ്ചാത്തലമായി വരുന്ന മറ്റു പല മൂവികളും സിനിമകളും അതേപോലെ തന്നെ ഗാനരംഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. മരുഭൂമി മറ്റെല്ലാ പ്രകൃതി വിഭാഗങ്ങളെയും പോലെ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ആശ്ചര്യപ്പെടുത്തുകയും അത്ഭുതപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ നമ്മളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഭൂപ്രകൃതിയാണ്. എന്താണ് മരുഭൂമി? എങ്ങനെയാണ് മരുഭൂമികൾ ഉണ്ടായത്? എന്താണ് മരുഭൂമിയുടെ പ്രത്യേകത? എന്തൊക്കെയാണ് മരുഭൂമികൾ സംഭവിക്കുന്നത്? ഇതൊക്കെ നമ്മളെന്നും ആശ്ചര്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം, ആടുജീവിതം മൂവിയിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. ആടുജീവിതം നോവൽ വായിച്ചവർക്കറിയാം, ദൃശ്യാനുഭവമായിട്ടും ആശയാനുഭവമായിട്ടൊക്കെ നമ്മൾ മരുഭൂമികളെ കുറിച്ച് എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടെ ജോഗ്രഫിക്കലി സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് മരുഭൂമികളെ കുറിച്ച് വേണ്ടേ. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫീച്ചേഴ്സ് ഓഫ് ഡെസേർട്ട്. എന്താണ് മരുഭൂമികളുടെ പ്രത്യേകതകൾ? എന്തൊക്കെയാണ് മരുഭൂമികൾ? എത്ര തരം മരുഭൂമികളുണ്ട്? അതൊക്കെ നമ്മൾ നോക്കണം. നമുക്ക് ഭൂമിയിലെ എർത്തിലെ 2 ടൈപ്പ് ഓഫ് ഡെസേർട്ടുകളാണ് ഉള്ളത്. ഒന്ന് കോൾഡ് ഡെസേർട്ടും ഒന്ന് ഹോട്ട് ഡെസേർട്ടും. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കോൾഡ് ഡെസേർട്ട് എന്ന് പറയുന്നത് ഇതേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ തന്നെ അറിയാം, ഒരു സൈഡ് കോൾഡ് ഡെസേർട്ടും ഒരു സൈഡ് ഹോട്ട് ഡെസേർട്ടുമാണ്. ഈ സാൻഡിന് പകരം ഐസ് കവേർഡ് ആയിട്ടുള്ള, സോയിലിന് പകരം ഐസ് കവേർഡ് ആയിട്ടുള്ള റീജിയൻ ആണ് കോൾഡ് ഡെസേർട്ട്. പോളാർ ഏരിയയിലെ ധ്രുവ പ്രദേശങ്ങളിലാണ് കോൾഡ് ഡെസേർട്ട് കാണപ്പെടുന്നത്. വലിയ ക്ലാസ്സുകളിൽ നിങ്ങൾ ഇന്ത്യയിലെ ക്ലൈമാറ്റിക് റീജിയൻസിനെ കുറിച്ച് പഠിക്കും, കാലാവസ്ഥാ മേഖലകളെ കുറിച്ച് പഠിക്കും. അതിൽ തുന്ദ്ര, ടൈഗ എന്ന് പറയുന്ന 2 കാലാവസ്ഥാ മേഖലകളുണ്ട്. അത്തരത്തിലുള്ള കാലാവസ്ഥാ മേഖലകളിലാണ് കോൾഡ് ഡെസേർട്ടുകൾ കാണപ്പെടുന്നത്. ഹോട്ട് ഡെസേർട്ട് നമുക്ക് കുറച്ചുകൂടെ പരിചിതമാണ്. എന്താണ്? ഉഷ്ണ മരുഭൂമികൾ. ചൂട് കൂടി മഴയുടെ അഭാവമുള്ള കാലാവസ്ഥയിലാണ് ഉഷ്ണ മരുഭൂമികൾ രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഡെസേർട്ടുകൾ ഉണ്ട്. കോൾഡ് ഡെസേർട്ട് അതായത് ശീത മരുഭൂമികളും ഹോട്ട് ഡെസേർട്ട് അതായത് ഉഷ്ണ മരുഭൂമികളും. ഇനി എന്തൊക്കെയാണ് മരുഭൂമികളുടെ പൊതുവായിട്ടുള്ള സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും അരിഡ് ആയിട്ടുള്ള ഹോട്ട് ഡെസേർട്ടുകളുടെ സവിശേഷതകൾ പറയുമ്പോൾ അരിഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. വളരെ ഡ്രൈ ആയിട്ടുള്ള, അരിഡിറ്റി കൂടിയിട്ടുള്ള, മോയ്സ്ചർ കണ്ടന്റ് കുറവായിട്ടുള്ള ഡ്രൈ ക്ലൈമറ്റ് ആണ് ഡെസേർട്ടുകളിൽ ഉണ്ടാവുക. പിന്നെ ഹോട്ട് ഡെസേർട്ടുകളിലാണെങ്കിൽ നമുക്ക് ഒരുപാട് സാൻഡ് ഡ്യൂണുകൾ കാണാൻ പറ്റും. ആടുജീവിതം മൂവി അതേപോലെ തന്നെ മറ്റു പല മൂവികളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഗാനരംഗങ്ങളൊക്കെ ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവരാം. മണൽ കൂനകൾ, പരന്ന് കിടക്കുന്ന മണൽ കൂനകൾ, അതായത് നമുക്കൊരു ബൗണ്ടറി ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പരന്ന് കിടക്കുന്ന മണൽ കൂനകൾ മരുഭൂമികളുടെ സവിശേഷതയാണ്. അതിനെയാണ് സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. ഈ സാൻഡ് ഡ്യൂൺസ് ഒരു പെർമനന്റ് ഫീച്ചർ അല്ല, അതായത് ഇത് സ്ഥിരമല്ല. കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച്, കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ച് ഈ സാൻഡ് ഡ്യൂൺസിൻ്റെ പൊസിഷൻ, ഷേപ്പ്,
ആൻഡ് അതിൻ്റെ അതിൻ്റെ ലൊക്കേഷൻ എല്ലാം മാറി വരും. അതേപോലെ തന്നെ ഡെസേർട്ടുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്നതും ഡെസേർട്ടുകളുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാവുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് റെയിൻഫോളിൻ്റെ അഭാവം അഥവാ മഴയുടെ അഭാവം, ലാക്ക് ഓഫ് റെയിൻഫോൾ. മഴ കിട്ടാത്തത് കൊണ്ടാണ് മരുഭൂമികൾ രൂപപ്പെടുന്നത്. കേവലം 1 വർഷമോ 2 വർഷമോ മഴ കിട്ടാതിരിക്കുമ്പോഴല്ല മരുഭൂമികൾ രൂപപ്പെടുന്നത്. വർഷങ്ങളായിട്ട് ഫോർ മില്യൺസ് ഓഫ് ഇയേഴ്സ് മഴയുടെ അഭാവത്തിൽ ഉണ്ടാവുന്ന കുറവുകൾ മഴയുടെ ലഭ്യതയിൽ ഉണ്ടാവുന്ന കുറവുകളാണ് ഒരു ഭൂപ്രകൃതിയെ മരുഭൂമിയായിട്ട് മാറ്റിയിട്ടുള്ളത്. അവിടുത്തെ പച്ചപ്പിനെ എല്ലാം തുടച്ചു മാറ്റി അവിടുത്തെ അവിടുത്തെ മോയ്സ്ചർ ആ മോയ്സ്ചർ കണ്ടന്റ് ഇല്ലാതാക്കി ഒരു ഭൂപ്രകൃതിയെ മരുഭൂമിയാക്കി മാറ്റുന്നത് വർഷങ്ങളായിട്ടുള്ള മഴയുടെ അഭാവമാണ്. കേവലം 1 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ രൂപീകരിക്കപ്പെടുന്നതല്ല മരുഭൂമികൾ. മരുഭൂമി മാത്രമല്ല, ഒരു ഭൂവിഭാഗവും ഒരു ഭൂപ്രകൃതി വിഭാഗവും ചെറിയ വർഷങ്ങളുടെ കാലയളവിലല്ല രൂപീകരിക്കപ്പെടുന്നത്. ഇറ്റ് വിൽ ടേക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ്. ആ കുറേ കാലഘട്ടങ്ങളായിട്ട് നടക്കുന്ന കാലാവസ്ഥ വെതർ കണ്ടീഷനിലുള്ള ഡിഫറൻസുകളും വെതർ കണ്ടീഷൻസും ഒക്കെയാണ് അതിൻ്റെ ഒരു പെർസിസ്റ്റൻസ് ആണ് മരുഭൂമി പോലെയുള്ള ഏത് തരത്തിലുള്ള ഭൂപ്രകൃതി വിഭാഗമാണെങ്കിലും അതിൻ്റെ രൂപീകരണത്തിന് കാരണപ്പെടുന്നത്. ഇനി മരുഭൂമികളിൽ കാണപ്പെടുന്ന സസ്യങ്ങൾ മറ്റു സസ്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. നമുക്കറിയാം സസ്യങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട് അല്ലേ? മണ്ണ്, ടെമ്പറേച്ചർ, സോയിൽ, വാട്ടർ. ഇതിലെ സോയിലിൻ്റെയും വാട്ടറിൻ്റെയും അഭാവം മൂലം മരുഭൂമിയിൽ സസ്യങ്ങൾ ഇല്ല. അത് മാത്രമല്ല, സസ്യങ്ങളില്ല എന്ന് പറഞ്ഞാൽ അവിടെ പച്ച മരങ്ങളില്ല എന്നല്ല, എന്നാൽ അവിടുത്തെ എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചറിനോടും ലോ ഫെർട്ടൈൽ ആയിട്ടുള്ള അതേപോലെ തന്നെ അരിപ്പ പോലെയുള്ള ലൂസായിട്ടുള്ള സോയിലിനോടും അഡ്ജസ്റ്റ് ചെയ്ത് വളരാൻ പറ്റുന്ന മെക്കാനിസം ഉള്ള ചില ചെടികളുണ്ട്. ഫോർ എക്സാമ്പിൾ കള്ളിമുൾ ചെടികൾ, അങ്ങനത്തെ ചെടികളൊക്കെയാണ് അവിടെ കാണപ്പെടുന്നത്. വളരെ ഉയരമുള്ളതോ അല്ലെങ്കിൽ വളർന്ന് പന്തലിക്കാൻ കഴിയുന്നതോ വണ്ണമുള്ള തടികളുള്ളതോ ഒരുപാട് ഇലകളുള്ളതോ ആയിട്ടുള്ള വൃക്ഷങ്ങളോ സസ്യങ്ങളോ പൂക്കളോ ഒന്നും മരുഭൂമിയിൽ കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഈ പറയുന്ന ചൂടുള്ള ക്ലൈമറ്റിനെയും ലാക്ക് ഓഫ് റെയിൻഫോളിനെയും മഴയുടെ അഭാവത്തെയും അതിജീവിച്ച് വളരാൻ സാധിക്കുന്ന തരത്തിലുള്ള മെക്കാനിസമുള്ള ചെടികൾ മാത്രമാണ് മരുഭൂമിയിൽ കാണപ്പെടുന്നത്. ഇനി എന്തൊക്കെയാണ് ഡെസേർട്ടുകൾ? എന്താണ് ഡെസേർട്ടുകൾ? പ്ലേസസ് റിസീവിംഗ് ആനുവൽ റെയിൻഫോൾ ലെസ് ദാൻ 25 സെന്റിമീറ്റർ വിൽ ബി turned into desert. 25 സെന്റിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് മരുഭൂമികളായിട്ട് മാറുന്നത്. 25 സെന്റിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് മരുഭൂമികളായിട്ട് മാറുന്നത്. ഇനി നമ്മൾ കോൾഡ് ഡെസേർട്ടിനെ കുറിച്ചും കൂടെ പറഞ്ഞു അല്ലേ? നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ ഈ സൈഡ് കാണുന്ന വൈറ്റ് കളറിലുള്ളതാണ് കോൾഡ് ഡെസേർട്ട്. കോൾഡ് ഡെസേർട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ടൈഗ, തുന്ദ്ര എന്ന് പറയുന്ന 2 കാലാവസ്ഥാ മേഖലകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ പ്രസന്റ്ലി അതിനെക്കുറിച്ച് പഠിക്കാനില്ലെങ്കിൽ പോലും മഞ്ഞ് മൂടപ്പെട്ട് കിടക്കുന്ന പോളാർ ആർട്ടിക് കാലാവസ്ഥയാണ് തുന്ദ്ര ടൈഗ കാലാവസ്ഥ. ആർട്ടിക് ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഈ ഒരു കാലാവസ്ഥ എന്താണ്, നമ്മുടെ ഉഷ്ണമരുഭൂമികൾ പോലെയാണ്. അവിടെ മണലാണെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ സ്നോ കവേർഡ് ആണ്. അതുകൊണ്ട് തന്നെ സസ്യങ്ങളുടെ വളർച്ചയ്ക്കോ അതല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് ബയോഡൈവേഴ്സിറ്റിക്കോ ഒന്നും അനുയോജ്യമായതല്ല കോൾഡ് ഡെസേർട്ട്. കോൾഡ് ഡെസേർട്ടിന്റെ പ്രത്യേകതകൾ നോക്കുമ്പോൾ പെർമനന്റ്ലി സ്നോ കവേർഡ് ആയിട്ടുള്ള ഏരിയ ആണ് കോൾഡ് ഡെസേർട്ട്. എക്സ്ട്രീം ആയിട്ടുള്ള കോൾഡ് വർഷം മുഴുവൻ അവിടെ നിലനിൽക്കും. അവിടെ ഇന്റൻസിറ്റി ഓഫ് കോൾഡ് വളരെ കൂടുതലാണ് കോൾഡ് ഡെസേർട്ടിൽ. ഹോട്ട് ഡെസേർട്ടിൽ എങ്ങനെയാണ്, ഇന്റൻസിറ്റി ഓഫ് ടെമ്പറേച്ചർ ആണ്, ഇന്റൻസിറ്റി ഓഫ് ഹീറ്റ് ആണ് കൂടുതൽ. ഓക്കെ, അതേപോലെ തന്നെ കോൾഡ് ഡെസേർട്ട് നമുക്ക് കാണാൻ പറ്റുക പോളാർ റീജിയൻസിലെ തുന്ദ്ര ടൈഗ ക്ലൈമാറ്റിക് റീജിയൻസിലാണ്. ആൻഡ് അതേപോലെ തന്നെ മൗണ്ടെയിൻസിലെ ഹൈ പ്ലേറ്റോസിലൊക്കെ തന്നെ കോൾഡ് ഡെസേർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ലോകത്തിലെ പ്രധാനപ്പെട്ട 2 കോൾഡ് ഡെസേർട്ടുകളാണ് അറ്റാക്കാമ, ഗോബി തുടങ്ങിയവ. അതേപോലെ തന്നെ നമുക്ക് ഡെസേർട്ടുകളെ കുറിച്ച് കുറേ ഇൻഫർമേഷൻസ് ഒക്കെ തരുന്നത് എങ്ങനെയാണ്? ഡെസേർട്ടുകളെ കുറിച്ചിട്ടോ മരുഭൂമികളെ കുറിച്ചിട്ടോ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് പഠനങ്ങളിലൂടെയാണ് അല്ലേ? അപ്പോൾ ഈ പഠനം, മരുഭൂമികളെ കുറിച്ചിട്ടുള്ള ശാസ്ത്രീയ പഠനം ഒരു പഠന ശാഖയാണ്.
നോക്കൂ, നമ്മൾ മണ്ണിനെ കുറിച്ചിട്ടുള്ള പഠനം, വിൻഡിനെ കുറിച്ചിട്ടുള്ള പഠനം, കാലാവസ്ഥയെ കുറിച്ചിട്ടുള്ള പഠനം, അങ്ങനെയൊക്കെ പറയുന്ന പോലെ തന്നെ മരുഭൂമിയെ കുറിച്ചിട്ടുള്ള ഒരു പഠന ശാഖയുണ്ട്. അതിൻ്റെ പേരാണ് എറമോളജി. എറമോളജി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഡെസേർട്ട്. എന്താണ് എറമോളജി എന്ന് പറയുന്നത്? സയന്റിഫിക് സ്റ്റഡി ഓഫ് ഡെസേർട്ട് ആണ്. മരുഭൂമികളെ കുറിച്ചിട്ടുള്ള ശാസ്ത്രീയ പഠന ശാഖയെ വിളിക്കുന്ന പേരാണ് എറമോളജി. ഇനി ഡെസേർട്ടുകളിലെ മറ്റു പ്രത്യേകതകൾ, ഐ മീൻ ഉഷ്ണ മരുഭൂമികളിലുള്ള മറ്റു തരത്തിലുള്ള പ്രത്യേകതകളാണ് നമ്മൾ നോക്കുന്നത്. എന്താണ്? ലാക്ക് ഓഫ് ക്ലൗഡ് കവർ. മരുഭൂമികൾ, നമ്മൾ വീണ്ടും ഒന്ന് ആടുജീവിതം സിനിമയിലോട്ട് പോവുകയാണ്. അതിലെ പല സീനുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഐ മീൻ എക്സ്പെഷ്യലി നജീബ് എന്ന് പറയുന്ന കഥാപാത്രം ആ മെഫറയിൽ നിന്ന്, മെഫറ എന്ന് പറയുന്നത് ആടുകളേനെയൊക്കെ വളർത്തുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സീനുകളിൽ ആകാശം കാണിക്കുന്നുണ്ട്. മരുഭൂമിയോടൊപ്പം തന്നെ അവിടെ ആകാശവും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആകാശം എങ്ങനെയാണ്? ക്ലൗഡ് കവർ ഉണ്ടാവില്ല. മരുഭൂമികളിൽ നമുക്ക് ഒരു തണലിന് വേണ്ടി വൃക്ഷങ്ങളില്ല എന്ന് മാത്രമല്ല, ആകാശവും നമുക്ക് എഗെയിൻസ്റ്റ് ആണ്. എന്താണ്? ക്ലൗഡിന്റെ കവർ. മേഘങ്ങളുടെ തണലോ മേഘങ്ങളോ മരുഭൂമിയിലെ കുറവായിരിക്കും. മേഘങ്ങളല്ലേ മഴ പെയ്യ്ക്കുന്നത്, ആ മേഘങ്ങൾ ഉണ്ടാവില്ല. പ്ലെയിൻ ആയിട്ടുള്ള ആകാശമായിരിക്കും മരുഭൂമികളിൽ ഉണ്ടാവുക. എഗെയിൻ നിങ്ങൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണാവുന്നതാണ്. പ്ലെയിൻ ആയിട്ടുള്ള ആകാശങ്ങളായിരിക്കും. ലാക്ക് ഓഫ് ക്ലൗഡ് കവർ മരുഭൂമികളുടെ ഒരു പ്രത്യേകതയാണ്. ലോ ഹ്യൂമിഡിറ്റി മറ്റൊരു പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകത സാൻഡി ആയതും റോക്കി ആയതുമായ സർഫേസ്. മണൽ നിറഞ്ഞതും പാറക്കൂട്ടങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ഉപരിതലം, ഐ മീൻ സർഫേസ്, നിലം നമ്മൾ ചവിട്ടി നടക്കുന്ന സർഫേസ്, ഉപരിതലമായിരിക്കും ഡെസേർട്ടിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ ചൂടും കൂടുതലാണ്, ക്ലൗഡ് കവറും ഇല്ല, മഴയും ഇല്ല, മണ്ണും ഇല്ല. അപ്പം എന്താണ്? വെജിറ്റേഷനും ഇല്ല. സ്പേഴ്സ് ആയിട്ടുള്ള വെജിറ്റേഷൻ അഥവാ സസ്യങ്ങൾ വളരെ കുറവാണ്. അതേപോലെ തന്നെ നോക്കൂ, ക്ലൗഡ് കവറില്ല, വൃക്ഷങ്ങളും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം എന്താണ്? സൂര്യൻ്റെ രശ്മികൾ വളരെ അധികം തന്നെ മരുഭൂമിയിലോട്ട് പതിക്കും. അതുകൊണ്ട് തന്നെ മരുഭൂമിയിലെ ഹൈ സോളാർ റേഡിയേഷനാണ് ഉണ്ടാവുക. സൗരവികരണം വളരെ കൂടുതലാണ് മരുഭൂമികളിൽ ഉണ്ടാവുക. ഇനി ലോകത്തിലെ പ്രധാനപ്പെട്ട ഉഷ്ണ മരുഭൂമികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. സഹാറ, കലാഹാരി, കൊളാഡ്രോ, മജാവോ, പിന്നെ അറേബ്യൻ, താർ തുടങ്ങിയവയാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട ഉഷ്ണ മരുഭൂമികൾ. ഇനി നമ്മൾ ഇന്ത്യയിലോട്ട് വരികയാണ്. താർ എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേട്ടു. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഡെസേർട്ടിന്റെ ഉഷ്ണ മരുഭൂമിയുടെ പേരാണ് താർ. അതിനെ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നും രാജസ്ഥാൻ മരുഭൂമി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. താർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയുടെ പേരാണ് താർ ഡെസേർട്ട്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് അത് ഇന്ത്യയിലല്ല സ്ഥിതി ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ഇന്ത്യയുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലായിട്ട്, ഇന്ത്യയിലെ രാജസ്ഥാനിലായിട്ട്, കൂടുതൽ ഭാഗവും രാജസ്ഥാനിലായിട്ടാണ് താർ ഡെസേർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ താർ ഡെസേർട്ടിനെ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നും രാജസ്ഥാൻ മരുഭൂമി, രാജസ്ഥാൻ ഡെസേർട്ട് എന്നും വിളിക്കുന്നുണ്ട്. താർ ഡെസേർട്ടിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കുകയല്ലേ. അപ്പോൾ about the location of Thar Desert. Thar Desert located in the northwestern Indian subcontinent. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് താർ ഡെസേർട്ട് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തായിട്ടാണ് താർ ഡെസേർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതിന് 2 ലക്ഷം സ്ക്വയർ കിലോമീറ്ററോളം വലുപ്പമുള്ളതാണ് താർ ഡെസേർട്ട് എന്ന് പറയുന്നത്. ഇനി താർ ഡെസേർട്ടിന്റെ 2/3 ഭാഗവും സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ കൂടാതെ ഇന്ത്യയിലെ ഹരിയാനയിലും പഞ്ചാബിലും ഗുജറാത്തിന്റെ ചില ഭാഗങ്ങളിലോട്ടുമായിട്ട് താർ ഡെസേർട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. താർ ഡെസേർട്ടിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലാണ് കാണാൻ പറ്റുക. എന്തൊക്കെയാണ് താർ ഡെസേർട്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ സ്ഥിതി ചെയ്യുന്നു. താർ ഡെസേർട്ടിന്റെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ്. താർ ഡെസേർട്ടിന്റെ കുറേ ഭാഗങ്ങൾ ഹരിയാനയിലോട്ടും പഞ്ചാബിലോട്ടും ഗുജറാത്തിലോട്ടും വ്യാപിച്ചു കിടക്കുന്നുണ്ട്.
ഇനി എങ്ങനെയാണ് താർ ഡെസേർട്ട് എന്ന് പറയുന്ന ഒരു മരുഭൂമി ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടത്? നമുക്കറിയാം ഇന്ത്യയുടെ ക്ലൈമറ്റ്, ഇന്ത്യയുടെ കാലാവസ്ഥ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. മഞ്ഞ് പെയ്യുന്ന ഹിമാലയവും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന നിർത്താതെ മഴ പെയ്യുന്ന ചിറാപുഞ്ചിയും, കേരളം പോലെയുള്ള മനോഹരമായിട്ടുള്ള ക്ലൈമറ്റുകളും, തമിഴ്നാട് പോലെയുള്ള സെമി ആരിഡ് ഡ്രൈ ക്ലൈമറ്റും, അതേപോലെ ഹിമാചൽ പ്രദേശ്, പിന്നെ കാശ്മീർ പോലെയുള്ള അത്രയും ഹെവൻലി ആയിട്ടുള്ള ക്ലൈമറ്റുകളും, പല ടൈപ്പ് ഓഫ് ക്ലൈമറ്റുകൾ, രാജസ്ഥാൻ പോലെയുള്ള ഡ്രൈ ക്ലൈമറ്റ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്ലൈമറ്റുകൾ അല്ലെങ്കിൽ കാലാവസ്ഥകൾ, വെതർ എക്സ്പീരിയൻസുകൾ നിറഞ്ഞിട്ടുള്ള ഇന്ത്യ പോലെയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുള്ള, കംപ്ലീറ്റ്ലി സ്പേഴ്സ് വിത്ത് വെജിറ്റേഷൻ ആയിട്ടുള്ള ഒരു മരുഭൂമി രൂപീകരിക്കപ്പെട്ടത്? നമ്മളെ പ്രകൃതി എന്നും അതിശയിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രകൃതി ചെയ്യുന്നത് നമ്മളെ അതിശയിപ്പിക്കുകയാണ്. എങ്ങനെ? പ്രകൃതിയുടെ പ്രവൃത്തികളിലൂടെ. ഇപ്പോൾ ഇന്ത്യ പോലെ ഡൈവേഴ്സിറ്റി ഉള്ള, ക്ലൈമാറ്റിക് ഡൈവേഴ്സിറ്റി ഉള്ള, ഡിഫറൻസ് ഓഫ് ഗ്രീനറി ഉള്ള, അത്രയും റിച്ച് ഓഫ് ഗ്രീനറി ഉള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഒരു മരുഭൂമി രൂപീകരിക്കപ്പെട്ടത് എന്ന് നമുക്ക് അതിശയം തോന്നാം. മൺസൂണിന്റെ പ്രസൻസ് ഉള്ള ഇന്ത്യയിൽ എങ്ങനെ ഒരു മരുഭൂമി രൂപീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് അതിശയം തോന്നാം. അതിനുള്ള ഉത്തരമാണ് ഫോർമേഷൻ ഓഫ് താർ ഡെസേർട്ടിലൂടെ നമ്മൾ പഠിക്കുന്നത്. മരുഭൂമിയുടെ രൂപീകരണത്തിന്, താർ ഡെസേർട്ടിന്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ളത് പ്രധാനമായിട്ടും അരിഡ് ക്ലൈമറ്റ് ആണ്. ഈ അരിഡ് ക്ലൈമറ്റ് ഇവിടെ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ആരവല്ലി റേഞ്ചസ് ആണ്. അതുകൂടാതെ വിൻഡ് ഇറോഷൻ, സ്പേഴ്സ് വെജിറ്റേഷൻ, ഈ ആരവല്ലി റേഞ്ചസും അരിഡ് ക്ലൈമറ്റും കാരണം എന്തില്ല, മരുഭൂമിയിൽ മഴ കിട്ടുന്നില്ല. ഈ രാജസ്ഥാന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ വിൻഡ് ഇറോഷനും മറ്റും നടക്കുന്നു. വിൻഡ് ഇറോഷൻ നടക്കുന്നത് കൊണ്ടും മഴ കിട്ടാത്തത് കൊണ്ടും അവിടെ എന്തില്ല, വെജിറ്റേഷൻ ഇല്ല. അതായത് സസ്യങ്ങളുടെ ലഭ്യത, സസ്യങ്ങളുടെ വളർച്ച വളരെ കുറവാണ്. അതുകൂടാതെ സാൻഡി ആയിട്ടുള്ള, പൊറസ് എന്ന് പറഞ്ഞാൽ അരിപ്പ പോലെയുള്ള സസ്യങ്ങൾക്ക് മണ്ണിലോട്ട് വേരുകൾ ഊർന്നിറങ്ങി വേര് മണ്ണിൽ പിടിച്ചിട്ട് വളരണം. മണൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ വളരെ പൊറസാണ്, ലൈക്ക് അരിപ്പ പോലെയാണ് മണൽ. അവിടെ എങ്ങനെയാണ് സസ്യങ്ങളുടെ വേരുകൾ ഊർന്നിറങ്ങുകയും മണ്ണിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യുക? അതുകൊണ്ട് തന്നെ സാൻഡി ആയിട്ടുള്ള പൊറസ് സോയിലാണ് മണലാണ് ഡെസേർട്ടിലുള്ളത്. മൺസൂണിലുള്ള വേരിയബിലിറ്റിയും മരുഭൂമികളുടെ രൂപീകരണത്തിന് കാരണമാവുന്നുണ്ട്. മരുഭൂമികളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന 6 ഫാക്ടേഴ്സ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. AAWFFM, ഒരു ചെറിയ കോഡാണ് AAWFFM. എ എന്ന് പറയുന്നത് അരിഡ് ക്ലൈമറ്റ്, ആരവല്ലി റേഞ്ചസ്, വിൻഡ് എറോഷൻ. SFM, സ്പേഴ്സ് വെജിറ്റേഷൻ, സാൻഡി പൊറസ് സോയിൽ, മൺസൂൺ വേരിയബിലിറ്റി. ഡ്യൂ ടു ദിസ് കോസസ്, ഈ കോസസ് കാരണമാണ് താർ ഡെസേർട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി താർ ഡെസേർട്ട് എന്ന് പറയുന്ന മരുഭൂമിക്ക് പ്രകൃതി ഒരുക്കിയിട്ടുള്ള കുറേ ബൗണ്ടറീസ് ഉണ്ട്. നാച്ചുറൽ ബൗണ്ടറീസ് ഓഫ് താർ ഡെസേർട്ട് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്, പ്രകൃതിപരമായിട്ടുള്ള ബൗണ്ടറീസ്. അപ്പോൾ നമ്മുടെ താർ ഡെസേർട്ടിന്റെ ഈസ്റ്റ് ഭാഗത്ത്, കിഴക്ക് ഭാഗത്താണ് ആരവല്ലി പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ആരവല്ലി മൗണ്ടെയിൻസ് ആണ് ഈസ്റ്റ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. സൗത്ത് ഭാഗത്ത് ഗുജറാത്തിലുള്ള ചതുപ്പ് നില പ്രദേശമായിട്ടുള്ള റാൻ ഓഫ് കച്ച് ആണ് സ്ഥിതി ചെയ്യുന്നത്. വെസ്റ്റ് ഭാഗത്ത് ഇൻഡസ് നദി, സിന്ധു നദീ തടം എന്ന് പറയും, സിന്ധു നദീ ബേസിൻ, ഇൻഡസ് റിവർ ബേസിൻ ആണ് സ്ഥിതി ചെയ്യുന്നത്. നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് സിന്ധുവിന്റെ തന്നെ പോഷക നദിയായിട്ടുള്ള സത്ലജ് നദിയുടെ നദീതടം, നദീ റിവർ ബേസിൻ സ്ഥിതി ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാണ്, ഈസ്റ്റിലെ ആരവല്ലി പർവ്വതനിരകളും സൗത്തിലെ റാൻ ഓഫ് കച്ച് ഗുജറാത്ത് ഭാഗത്ത്, വെസ്റ്റിലെ ഇൻഡസ് റിവറിന്റെ ബേസിനും അതായത് സിന്ധു നദീതടവും, നോർത്ത് വെസ്റ്റിലെ സത്ലജ് റിവർ ബേസിനുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ താർ ഡെസേർട്ടിന്റെ പ്രകൃതിദത്തമായിട്ടുള്ള ബൗണ്ടറികൾ. ഇനി ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഫിസിക്കൽ മാപ്പ്, ഒരു സാറ്റലൈറ്റ് മാപ്പ്. ഇവിടെ നമുക്ക് രാജസ്ഥാൻ താർ ഡെസേർട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. താർ ഡെസേർട്ട് നടുക്കാണ്, ആരവല്ലി റേഞ്ചസ് ഇവിടെയുണ്ട്. ആരവല്ലി ശരിക്കും താർ ഡെസേർട്ടിന്റെ രൂപീകരണത്തിൽ ആരവല്ലിക്ക് ഒരു വില്ലൻ റോളാണുള്ളത്. ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് ആണ് മൺസൂൺ മൺസൂണിനെയും തടഞ്ഞു നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ആരവല്ലി റേഞ്ചസിന്റെ താറിനെ ഫേസ് ചെയ്യുന്ന പ്ലേസ് മഴ നിഴൽ പ്രദേശമാവുകയും അവിടെ മഴ കിട്ടാതിരിക്കുകയും, ഈ ആരവല്ലി കാരണം ഇവിടെ ആരവല്ലിയുടെ ഒരു സൈഡ് മഴ കിട്ടുമ്പോൾ മറ്റേ സൈഡ്
മഴ നിഴൽ പ്രദേശമാവുന്നു. അപ്പം മഴ നിഴൽ പ്രദേശമാവുന്നത് താർ ഡെസേർട്ട് ആണ്. ആ പ്രദേശമാണ് താർ ഡെസേർട്ടായി മാറിയിട്ടുള്ളത്. ആരവല്ലിയാണ് താർ ഡെസേർട്ടിലോട്ട് മഴ പെയ്യാതിരിക്കാൻ കാരണം. അപ്പോൾ ആരവല്ലി എന്ന് പറയുന്നത് താർ ഡെസേർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വില്ലനാണ്. ഓക്കെ, ഒരു വില്ലൻ കഥാപാത്രമാണ്. ലൈക്ക് നാഗവല്ലി വളരെ വില്ലൻ മീൻസ് ആരവല്ലിയുടെ റോള് താർ ഡെസേർട്ടിന്റെ ഫോർമേഷനിൽ ആരവല്ലിയുടെ റോള് വളരെ ക്രൂഷ്യൽ ആണ്. ബിക്കോസ് ഇറ്റ് ഫാക്ടിലൊക്കെ വില്ലൻ. കാരണം മഴയെ പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാലങ്ങളായിട്ട് ഇവിടെ മഴ പെയ്യിക്കാതെ അല്ലെങ്കിൽ മഴയുടെ അളവിലെ കുറവ് വരുത്തുന്നത് ആരവല്ലി റേഞ്ചസ് ആണ്. പിന്നെ ഗുജറാത്ത് ഭാഗത്തുള്ള ഒരു ചതുപ്പ് നില പ്രദേശമാണ് മറ്റൊരു അതിർത്തി. താർ ഡെസേർട്ടിന്റെ മറ്റൊരു അതിർത്തി നാച്ചുറൽ ബൗണ്ടറി എന്ന് പറയുന്നത് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന ഗുജറാത്തിലുള്ള ചതുപ്പ് നില പ്രദേശമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ നമ്മുടെ താർ മരുഭൂമി പാകിസ്ഥാനിലോട്ടും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. പാകിസ്ഥാനിലൂടെയും കൂടെ ഇൻഡസ് റിവർ, സിന്ധു റിവർ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഡസ് റിവർ ബേസിനിലാണ് പാകിസ്ഥാനിലോട്ടും കൂടി വ്യാപിച്ചു കിടക്കുന്ന ഇൻഡസ് റിവർ ബേസിനാണ് താർ ഡെസേർട്ടിന്റെ മറ്റൊരു അതിർത്തി. പിന്നെ സത്ലജ് റിവർ ബേസിനും അതിർത്തിയാണ്. ഇനി താർ ഡെസേർട്ടിലെ 2 തരത്തിലുള്ള ഭൂപ്രകൃതികളുണ്ട്. താർ ഡെസേർട്ട് എന്ന് പറയുന്നത് നമുക്ക് മരുഭൂമി എന്ന് പറഞ്ഞാൽ മണൽ പരപ്പുകൾ മാത്രമാണ്. നമ്മൾ കണ്ടിട്ടുള്ള മരുഭൂമികൾ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള മരുഭൂമികൾ എന്ന് പറയുന്നത് സിംപ്ലി വൺ എക്സ്പാൻസ് ഓഫ് ഫാൻഡ് മാത്രമാണ്. എന്നാൽ മരുഭൂമികൾക്ക് അകത്ത് തന്നെ 2 തരത്തിലുള്ള റീജിയൻ ഉണ്ട്. അതെന്താണ്? മരുഭൂമിയെ താർ ഡെസേർട്ടിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മരുസ്ഥാലി എന്നും രാജസ്ഥാൻ ബാഗർ എന്നും 2ആയിട്ട് നമുക്ക് താർ ഡെസേർട്ടിനെ ക്ലാസിഫൈ ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ആയിട്ടും വരാവുന്നതാണ്, ഡിസ്ക്രിപ്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ടും വരാവുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് താർ ഡെസേർട്ട്. താർ ഡെസേർട്ടിനെ നമുക്ക് മരുസ്ഥാലി എന്നും രാജസ്ഥാൻ ബാഗർ എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, തരംതിരിക്കാൻ പറ്റും. മരുസ്ഥാലി എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രോപ്പർ ഡെസേർട്ട്. എക്സാക്ട്ലി ഇതൊരു മരുഭൂമിയാണ്, പ്രോപ്പർ ആയിട്ടുള്ള മരുഭൂമിയാണ്, പരന്നു കിടക്കുന്ന മണൽപ്പരപ്പാണ്. എന്താണ് മരുസ്ഥാനിയുടെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. ബിഫോർ ദാറ്റ് രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത് സെമി ആരിഡ് ആയിട്ടുള്ള പ്ലെയിൻ ആണ്, മരുഭൂമിയാണ്. എന്നാൽ നോട്ട് ലൈക്ക് മരുസ്ഥാലി, അത്രയും ഡെസേർട്ട്, പ്രോപ്പർ ഡെസേർട്ട് അല്ല. മരുസ്ഥാലി എന്ന് പറയുന്നത് വാസ്റ്റ് ആയിട്ടുള്ള സാൻഡ് എക്സ്പാൻസ് ആണ്, പരന്നു കിടക്കുന്ന മണൽ പരപ്പാണ് മരുസ്ഥാലി. ഇവിടെ ഷിഫ്റ്റ്, ഗ്രാനൈറ്റ് തുടങ്ങിയ തരത്തിലുള്ള ശിലകൾ, റോക്സ് ആണ് കാണപ്പെടുന്നത് വിത്ത് സാൻഡ് കേട്ടോ. അതേപോലെ തന്നെ പെനിൻസുലാർ പ്ലേറ്റോയിലോട്ട് വരെ ഇത് എക്സ്റ്റൻഷൻ ഓഫ് ഇത് ഈ മരുസ്ഥാലി എന്ന് പറയുന്നത് പെനിൻസുലാർ പ്ലേറ്റോ നമുക്കറിയാം അല്ലെ. പെനിൻസുലാർ പ്ലേറ്റോ വെസ്റ്റേൺ നമ്മുടെ നോർത്തേൺ പ്ലെയിൻസിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പെനിൻസുലാർ പ്ലേറ്റോ കുറച്ച് ഒരു സെമി ആരിഡ് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ് ആണ്. എസ്പെഷ്യലി തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടകയുടെയൊക്കെ ചില ഭാഗങ്ങൾ അല്ലേ, കുറച്ച് ഡ്രൈ ക്ലൈമറ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ ജോഗ്രഫേഴ്സ് പറയുന്നത് ഈ മരുസ്ഥാലി എന്ന് പറയുന്നത് പെനിൻസുലാർ പ്ലേറ്റോയുടെ ഒരു അപ്പർ എക്സ്റ്റൻഷൻ ആണെന്നാണ്. പെനിൻസുലാർ പ്ലേറ്റോയുടെ മുകൾ ഭാഗത്തോട്ടുള്ള ഒരു പരപ്പാണ് മരുസ്ഥാലി എന്നാണ്, അല്ലെങ്കിൽ ആസ് എ പാർട്ട് ഓഫ് പെനിൻസുലാർ പ്ലേറ്റോയുടെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വികസനം, അതിൻ്റെ ഒരു മുകളിലോട്ടുള്ള വികസിപ്പാണ് മരുസ്ഥാലി എന്നാണ് നമ്മുടെ ജോഗ്രഫേഴ്സ് പറയുന്നത്. അതേപോലെ തന്നെ മരുസ്ഥാലിയുടെ ഒരു എലവേഷൻ എന്ന് പറയുന്നത് 200 to 250 മീറ്റേഴ്സ് ആണ്. 200 to 250 മീറ്റേഴ്സ് ആണ് മരുസ്ഥാലിയുടെ ഒരു എലവേഷൻ ഹൈറ്റ്. മരുസ്ഥാനിയിലെ ത്രിയൻ എന്ന് പറയുന്ന ഒരു ഷിഫ്റ്റിംഗ് ഡ്യൂൺസ്, അതായത് രൂപം മാറുന്ന മണൽ കൂനകൾ, കാറ്റിൻ്റെ ഗതിക്കനുസരിച്ചും കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ചും രൂപവും ലൊക്കേഷനും വലുപ്പവും ഒക്കെ മാറുന്ന മണൽ കൂനകൾ, മണൽ കുന്നുകൾ കാണാൻ പറ്റും. അടുത്തത് രാജസ്ഥാൻ ബാഗർ ആണ്. രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത് ആരവല്ലി റേഞ്ചസിന്റെ, ആരവല്ലി പർവ്വതനിരകളുടെ ഈസ്റ്റേൺ പാർട്ടിലോട്ട് വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് രാജസ്ഥാൻ ബാഗർ. നമ്മുടെ മരുസ്ഥാലിയെ പോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മരുഭൂമി അല്ല, കുറച്ച് ചെറിയ രീതിയിലെ കൃഷിയൊക്കെ പോസിബിൾ ആയിട്ടുള്ള സെമി അരിഡ് ആയിട്ടുള്ള പ്ലെയിൻ ആണ്. അരിഡിറ്റി ഉണ്ട്, നല്ല രീതിയിലെ വരൾച്ച ഉണ്ട്, എന്നാലും മരുഭൂമിയുടെ അത്രയും ഡീപ്പായിട്ടുള്ള, അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു മരുഭൂമി അല്ല ഇത്. അതേപോലെ തന്നെ ഇവിടെ ചില സീസണൽ റിവേഴ്സ് ഉണ്ടാവും കൊണ്ട് തന്നെ മരുഭൂമി പോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മണൽപ്പരപ്പല്ല, കുറച്ചൊക്കെ പച്ചപ്പും കുറച്ചൊക്കെ ഒരു നോർമൽ ആയിട്ടുള്ള വെജിറ്റേഷനൊക്കെ ഇവിടെ കാണാൻ പറ്റും. സീസണൽ റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ മരുഭൂമിയിൽ കിട്ടുന്ന മഴയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒഴുകുന്ന റിവേഴ്സ് ആണ്. അത് മാത്രമല്ല ചില ഉപ്പ് തടാകങ്ങൾ, സാൾട്ട് ലേക്കുകളും രാജസ്ഥാൻ ബാഗറിൽ കാണപ്പെടുന്നുണ്ട്. അപ്പം നോക്കൂ, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരാം.
കമ്പയർ മരുസ്ഥാലി വിത്ത് രാജസ്ഥാൻ ബാഗർ, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ രാജസ്ഥാൻ ബാഗർ ആൻഡ് മരുസ്ഥാലി. എന്താണ് മരുസ്ഥാലി? മരുസ്ഥാലിയാണ്. മരു എന്ന് പറയുമ്പോൾ കാറ്റ്, മരു എന്ന് പറയുന്നത് കാറ്റാണ്, സ്ഥാലി പ്ലേസ്, കാറ്റിൻ്റെ സ്ഥലം. അതേപോലെ തന്നെ അതേപോലെ തന്നെ മരുഭൂമിയുടെ മറ്റൊരു ലിറ്ററേച്ചറൽ പ്രകാരമായിട്ട് മരുഭൂമി പറയുമ്പോൾ മരിച്ച ഭൂമിയാണ്. അതായത് വെറും ആക്ടിവിറ്റീസ് ഒന്നും അവിടെ നടക്കുന്നില്ല എന്ന രീതിയിൽ മരുഭൂമി എന്ന് പറയും. ബട്ട് അത് അങ്ങനെയല്ല. ഇവിടെ മരുസ്ഥാലി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡെസേർട്ടാണ്. രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത് വെള്ളമുണ്ട് അവിടെ. ബട്ട് നല്ല രീതിയിൽ നമ്മുടെ ഇവിടേക്കുള്ള പോലത്തെ വെള്ളമല്ല, സീസണൽ റിവേഴ്സിൻ്റെ അവൈലബിലിറ്റി ആണുള്ളത്. അതായത് ഈ മഴ പെയ്യുന്നതിനനുസരിച്ച് മാത്രം ഒഴുകുന്ന ചില സീസണൽ റിവേഴ്സ് അവിടെയുണ്ട്. അതേ മാത്രമല്ല സാൾട്ട് ലേക്കുകൾ, ഉപ്പ് തടാകങ്ങളും ഉണ്ട്. അപ്പോൾ മരുഭൂമി പോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡ്രൈഡ് അപ്പ് ആയിട്ടുള്ള ഒരു പ്രദേശമല്ല രാജസ്ഥാൻ ബാഗർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടും വ്യത്യസ്തമാണ്. ഇനി നമ്മൾ പറഞ്ഞു രാജസ്ഥാൻ ബാഗറിലൂടെ സീസണൽ റിവേഴ്സ് ഒഴുകുന്നുണ്ട് എന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മരുഭൂമിയിലൂടെ, താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി. ലൂണി എന്നുള്ളത് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ്. ഇതിൻ്റെ ലൂണി എന്ന് പറയുന്ന നദി ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത് അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരകളിൽ നിന്നാണ്. ഇതൊരു നോൺ പെറിനിയൽ റിവർ ആണ്. അതായത് എപ്പോഴും വെള്ളം ഉണ്ടാവുന്ന നദിയല്ല. അതായത് നമ്മുടെ ഈ പെനിൻസുലർ റിവേഴ്സ് പോലെ തന്നെ സീസണൽ റെയിൻഫോളിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു നദിയാണ് ലൂണി. ഇത് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന ചതുപ്പ് നിലത്തിലോട്ടാണ് ഒഴുകുന്നത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലോട്ടാണ് ഒഴുകുന്നത്. അവിടെ നിന്ന് അത് കടലിൽ ചേരുകയാണ് ചെയ്യുന്നത്. ലൂണി നദിക്ക് 3 ട്രിബ്യൂട്ടറീസ് ഉണ്ട്. ലിർലി, സുക്രി, അതേപോലെ ജവായ് എന്ന് പറയുന്ന 3 ട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ കൈവഴികൾ. ലൂണി നദിയിലോട്ട് വെള്ളം എത്തിക്കുന്ന 3 നദികളാണ് ലിർലി, സുക്രി, ജവായ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലേക്കുകൾ ഇവിടെ ഉണ്ട് എന്ന് അല്ലേ. സാൾട്ട് ലേക്കുകൾ, ഉപ്പ് തടാകങ്ങളുണ്ട് രാജസ്ഥാൻ ബാഗറിലെന്ന്. അപ്പോൾ അത് ഏതൊക്കെയാണ് രാജസ്ഥാൻ ബാഗറിലുള്ള ഉപ്പ് തടാകങ്ങൾ? ഒന്ന് സാമ്പാർ ലേക്കാണ്. സാമ്പാർ തടാകത്തെക്കുറിച്ച് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. നമുക്ക് ഓർത്ത് വെക്കാനും സുഖമായിട്ടുള്ള ഒരു വാക്കാണ് സാമ്പാർ ലേക്ക്. പിന്നെ ദിദ്വാന ലേക്കും സർഗാൽ ലേക്കും കട്ടു ലേക്കും നമ്മുടെ രാജസ്ഥാൻ മരുഭൂമിയിലുള്ള, അതേപോലെ രാജസ്ഥാൻ ബാഗറിലുള്ള, എസ്പെഷ്യലി രാജസ്ഥാൻ ബാഗറിലുള്ള ഉപ്പ് തടാകങ്ങളാണ്, സാൾട്ട് ലേക്കുകളാണ്. ഓക്കെ, അപ്പോൾ രാജസ്ഥാൻ ബാഗറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. താർ ഡെസേർട്ടിലെ മരുസ്ഥാലിയെ കുറിച്ചും രാജസ്ഥാൻ ബാഗറിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇനി ലൂണിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 4 പ്രധാനപ്പെട്ട ലേക്കുകളെയും കുറിച്ചും പറഞ്ഞു. ഇനി ഡെസേർട്ടുകൾ എങ്ങനെയാണ്? ഈ കാണുന്ന മണൽപ്പരപ്പ് മാത്രമാണോ ഡെസേർട്ടുകൾ? ഡെസേർട്ടുകൾക്ക് രൂപമാറ്റം സംഭവിക്കുന്നുണ്ടോ? ഒരു ഡൈനാമിക് ആയിട്ടുള്ള പ്ലേസ് ആണോ ഡെസേർട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഡെസേർട്ടിൽ എന്തെങ്കിലും പ്രോസസ്സുകൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് തോന്നില്ലേ? ഓഫ് കോഴ്സ് ഡെസേർട്ടുകൾ ഒരു ഡൈനാമിക് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന, എർത്തിൽ നടക്കുന്ന എല്ലാ മാറ്റങ്ങളും ഡെസേർട്ടുകളെ ബാധിക്കുന്നുണ്ട്. ഡെസേർട്ടുകളിൽ ഒരുപാട് പ്രോസസ്സുകൾ, പ്രക്രിയകൾ നടക്കുന്നുണ്ട്. അതിലെ 3 എണ്ണമാണ് ഡിഫ്ലേഷൻ, അബ്സോർഷൻ, റോക്ക് ഫോർമേഷൻ. അവിടെ ഫോം ചെയ്യുന്ന റോക്കുകൾ മഷ്റൂം റോക്കുകളാണ്. അതായത് കാറ്റടിക്കുമ്പോൾ മരുഭൂമിയിലുള്ള ശിലകൾക്ക് വെതറിങ് അഥവാ ബ്രേക്കേജ്, അതല്ലെങ്കിൽ ബലക്ഷയം, അപക്ഷയം സംഭവിക്കുമ്പോൾ അത് പല രൂപങ്ങളിലോട്ടായി മാറുന്നു. അങ്ങനെയാണ് മഷ്റൂം റോക്കുകൾ രൂപീകരിക്കപ്പെടുന്നത്. ഡിഫ്ലേഷൻ എന്ന് പറയുന്നത് മരുഭൂമിയിൽ നടക്കുന്ന മറ്റൊരു ലാൻഡ് ഫോർമേഷൻ ആണ്. വിൻഡ് സാൻഡ് കവർ റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് വിൻഡ് ഇറോഷൻ ബൈ സാൻഡ് പാർട്ടിക്കിൾസ് മൂലം ഉണ്ടാവുന്ന വിൻഡ് ഇറോഷൻ ആണ് അബ്സ്ട്രാക്ഷൻ. അപ്പോൾ ഡെസേർട്ടിൽ നടക്കുന്ന ലാൻഡ് ഫോർമേഷൻ അല്ലെങ്കിൽ ഡെസേർട്ട് പ്രോസസ് ഓഫ് ലാൻഡ് ഫോർമേഷനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിഫ്ലേഷൻ, അബ്സോർഷൻ, റോക്ക് ഫോർമേഷൻ. ഇനി ഒയാസിസ്. ഓക്കെ, എത്ര വരണ്ട മരുഭൂമിയാണെങ്കിലും എത്ര വരണ്ട മനസ്സാണെങ്കിലും അവിടെ ഒരു പച്ചപ്പ് ഉണ്ടാവും, ഒരു നന്മ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ എത്ര വരണ്ട മരുഭൂമിയാണെങ്കിലും അതിനകത്തൊരു ഒയാസിസ് ഉണ്ടാവും.
ഒയാസിസ് എന്ന് പറഞ്ഞാൽ എന്താ? മരുപ്പച്ചയാണ്. നിങ്ങൾ ചില മൂവികളിലൊക്കെ കണ്ടിട്ടുണ്ടാവും മരുഭൂമിൻ്റെ അകത്ത് തന്നെ പച്ചപ്പും കൃഷിയും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ അല്ലേ. ഈവൻ ആടുജീവിതം മൂവി തന്നെ എടുക്കാം. ആടുജീവിതം നോവൽ വായിച്ചവർക്ക് അറിയാമായിരിക്കും, നജീബിന്റെ രക്ഷപ്പെടൽ അല്ലേ, മസറയിൽ നിന്ന് നജീബ് രക്ഷപ്പെടുന്ന വഴിയിലോട്ട് ഒരുപാട് ഓടി ഓടി എത്തി വെള്ളത്തിന് ദാഹിച്ച് ക്ഷീണിതനായിരിക്കുമ്പോൾ മരുഭൂമി തന്നെ അയാളെ കബളിപ്പിക്കുന്നുണ്ട്. മരുഭൂമിയിലെ വെയില് നിയർ ബൈ വെള്ളമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അയാളെ കബളിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ കബളിക്കലുകളുടെയൊക്കെ അവസാനത്തിൽ ആൾ എത്തിപ്പെടുന്നത് ഒരു മരുപ്പച്ചയിലാണ് അല്ലേ. ആ മരുപ്പച്ചയിൽ നിന്ന് നജീബ് വെള്ളം കുടിക്കാൻ എടുക്കുന്ന മീൻസ് അതിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള നജീബിന്റെ ആവേശം, അവിടെ അയാളെ സഹായിക്കുന്ന ഒരു കൂടെ രക്ഷപ്പെടുന്ന ഒരു ഇറാനി ഒരു പേഴ്സണും കൂടെ ഉണ്ടായിരുന്നു, ആഫ്രിക്കക്കാരൻ. ഓക്കെ, ആളെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ നമ്മൾ മൂവിയിൽ കണ്ടിട്ടുണ്ടായി. നോവലിൽ അതിനേക്കാൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, ആടുജീവിതം നോവലില്. അപ്പോൾ ഒയാസിസ് എന്ന് പറയുന്നത് മരുപ്പച്ചയാണ്. മരുപ്പച്ച എന്ന് പറഞ്ഞാൽ മരുഭൂമിന്റെ അകത്തുള്ള ഒരു ചെറിയ ഫെർട്ടൈൽ ലാൻഡാണ്. എ പാച്ച് ഓഫ് ഗ്രീനറി ഇൻസൈഡ് ദ ഡെസേർട്ട്, ദാറ്റ് ഈസ് ഒയാസിസ്. A patch of a piece of greenery inside the desert, that is oasis. So oasis is the fertile patches in deserts that is formed due to fresh water sources. അപ്പോൾ എങ്ങനെയാണ് ഈ ഡെസേർട്ടുകൾ രൂപീകരിക്കപ്പെടുന്നത്? മരുഭൂമിയിൽ എവിടെയെങ്കിലുമുള്ള ഫ്രഷ് വാട്ടർ സോഴ്സസ് അഥവാ ശുദ്ധജലത്തിന്റെ അവൈലബിലിറ്റി കാരണമാണ്. ചെറിയ തടാകമോ ചെറിയൊരു കുളമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ചുറ്റും ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു എക്കോ സിസ്റ്റമാണ് ഒയാസിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം വെള്ളം ഉണ്ടെങ്കിൽ അവിടെ പച്ചപ്പ് ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയ എക്കോ സിസ്റ്റം ദാറ്റ് ഡെവലപ്ഡ് അറൗണ്ട് എ ഫ്രഷ് വാട്ടർ ബോഡി ഇൻസൈഡ് ദ ഡെസേർട്ട്. ഡെസേർട്ടിന്റെ ഏതെങ്കിലും ഏരിയയിൽ ഒരു ചെറിയ ഫ്രഷ് വാട്ടർ ബോഡി ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു നാച്ചുറൽ എക്കോ സിസ്റ്റമാണ് ഒയാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒയാസിസിന്റെ അടുത്ത് തന്നെ കൾട്ടിവേഷനും കോട്ടന്റെ, അതായത് പരുത്തി, വീറ്റ്, ഫ്രൂട്ട്സിന്റെ ഒക്കെ കൾട്ടിവേഷനും മറ്റും നടക്കും. അപ്പം മരുഭൂമികൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡ്രൈഡ് ലാൻഡ് അല്ല. നമുക്കറിയാം മനുഷ്യൻ സാധ്യതകൾ എല്ലാത്തിനെയും മനുഷ്യന്റെ സാധ്യതകളാക്കുകയാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിനെയും മനുഷ്യൻ അവസരങ്ങളും സാധ്യതകളും ആക്കി മാറ്റുന്നുണ്ട്, ഈവൻ ലാഭമാക്കി മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെയാണ് മരുഭൂമിയിലെ മരുപ്പച്ചകളൊക്കെ തന്നെ കൃഷിയിടങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്, കൃഷിയിടങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കാലാകാലങ്ങളായിട്ട്. ഇനി ഒയാസിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി രാജസ്ഥാനിലെ സീസൺസ്, മരുഭൂമിയിലുള്ള സീസൺസ്, സമ്മർ സീസണും റൈനി സീസണും റിട്രീറ്റിംഗ് മൺസൂൺ സീസണും വിന്റർ സീസണുമാണ് രാജസ്ഥാനിൽ അനുഭവപ്പെടുന്നത്. അതിൽ സമ്മറിൻ്റെയും വിന്ററിൻ്റെയും ഇൻറ്റൻസിറ്റിയാണ് റെയിനി സീസണിനേക്കാളും റിട്രീറ്റിംഗ് മൺസൂണിനേക്കാളും കൂടുതൽ. മഴയുടെ അഭാവമാണ് അവിടെ കാണുന്നത്. മഴ വർഷങ്ങളോളം ഇല്ലാതിരിക്കാം, മഴയുടെ അളവിൽ വലിയ രീതിയിൽ കുറവും വരാം. ഇനി താർ ഡെസേർട്ടിലെ മണ്ണിനെ കുറിച്ച് നമുക്ക് നോക്കിയാലോ. ഇതൊരു ചെറിയ ക്വസ്റ്റ്യൻ വരാം. അപ്പം നമുക്കറിയാം ഇവിടുത്തെ മണ്ണ് എന്താണ്? മണലാണ്. മണൽ എന്താണ്? പൊറസ് മണലാണ്, അതായത് അരിപ്പ പോലെയുള്ളതാണ്. മണൽ നമുക്കറിയാം അല്ലെ, ഇങ്ങനെ തരിതരിയായിട്ട് വീഴും. മണ്ണിന്റെ അത്ര പിടുത്തമില്ല, മണ്ണിന്റെ അത്ര തിക്കല്ല മണൽ. അപ്പൊ എന്താണ്? സാൻഡി ആയിട്ടുള്ള ബ്രൗൺ ആയിട്ടുള്ള സോയിലാണ് താർ ഡെസേർട്ടിലുള്ളത്. ഡെസേർട്ട് ആയിട്ടുള്ള അരിഡ് സോയിലാണുള്ളത്. ആൽക്കലൈൻ കൂടുതലാണ്, അതായത് ലവണാംശം, ആൽക്കലി അംശം, എന്താ പറയുക, ആൽക്കലിക്ക് എന്താ പറയുക, അമ്ലത മീൻസ് ആൽക്കലൈൻ അംശം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ മണ്ണും സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമല്ല. അതേപോലെ തന്നെ വെള്ളം വലിച്ചെടുക്കുന്ന ടൈപ്പ് ഓഫ് മണ്ണാണത്. ഓക്കെ, ഹൈ സലൈനിറ്റി, ലവണാംശവും കൂടുതലാണ്, ഉപ്പിന്റെ അംശവും ഡെസേർട്ട് സോയിലിൽ കൂടുതലാണ്. അപ്പോൾ ഹൈ സലൈനിറ്റി, സാൻഡി പൊറസ് സോയിൽ, ആൽക്കലൈൻ കണ്ടന്റ്, സാൻഡി ബ്രൗൺ സോയിൽ, ഡെസേർട്ട് സോയിൽ. ഡെസേർട്ട് ആയിട്ടുള്ള അരിഡ് സോയിലാണ് കാണപ്പെടുന്നത്. സാൻഡി ആണ്, ബ്രൗൺ കളറായിട്ടുള്ള സോയിലാണ്. ആൽക്കലൈൻ കണ്ടന്റും സലൈനിറ്റി കണ്ടന്റും കൂടുതലാണ്. പൊറസ് ആണ്, അരിപ്പ പോലുള്ള മണ്ണാണ്, സസ്യങ്ങൾക്ക് പിടിച്ചു നിന്ന് വളരാനുള്ള കപ്പാസിറ്റി ഉള്ള മണ്ണല്ല. അപ്പൊ നോക്കൂ, ഈ ഡെസേർട്ട് മരുഭൂമിയും ഒരു എക്കോ സിസ്റ്റമാണ്, ഒരു ജൈവ വ്യവസ്ഥയാണ്. അതൊരു എന്താ പറയുക, അതൊരു എക്കോ സിസ്റ്റമാണ്. മരുഭൂമി ആയാലും മരമായാലും കടലായാലും അവിടെ ഒരു എക്കോ സിസ്റ്റം ഉണ്ട് അല്ലെ. അപ്പൊ മരുഭൂമി എന്ന് പറയുന്ന എക്കോ സിസ്റ്റത്തിലെ നമ്മൾ കാണുന്ന പോലെ നമ്മൾ പൊതുവെ കാണുന്ന സസ്യങ്ങളും മൃഗങ്ങളും ഒന്നല്ല കാണപ്പെടുന്നത്. അവിടുത്തെ എക്സ്ട്രീം ക്ലൈമറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൃഗങ്ങളും സസ്യങ്ങളുമാണ് കാണപ്പെടുന്നത്. പ്രധാനമായിട്ടും സസ്യങ്ങൾ ഉയരം കുറഞ്ഞ തടി, അതായത് സ്റ്റെമ്മില് വെള്ളം സംഭരിച്ച് വെക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സസ്യങ്ങളായിരിക്കും.
ത്രോണി ഷ്രബ്സ്, കള്ളിമുൾ ചെടികൾ, അക്വേഷ്യ, യുഫ്രബിയ, അതേപോലെ തന്നെ അങ്ങനത്തെ ചെടികളാണ്. കുറ്റിച്ചെടികൾ, ബുഷസ് പോലെയുള്ള ഹൈറ്റ് വെക്കാത്ത ഒരുപാട് ബ്രാഞ്ചസ് ആൻഡ് ഇലകളില്ലാത്ത ചെടികളാണ്, വിത്തൗട്ട് ഇലകൾ. ഇപ്പം നമുക്കിവിടെ ചിത്രങ്ങൾ കള്ളിമുൾ ചെടികളൊക്കെ കാണുന്നില്ലേ, അങ്ങനത്തെ ചെടികളാണ് ഇവിടെ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ലാർജ് ട്രീസ് ഒന്നും ഇവിടെ ഇല്ല. പിന്നെ മൃഗങ്ങളും പക്ഷികളും എന്ന് പറയുമ്പോൾ മരുഭൂമിയിലെ എക്സ്ട്രീം ക്ലൈമറ്റിൻ്റെ മെക്കാനിസം, അവിടുത്തെ ക്ലൈമറ്റിനോടും അവൈലബിലിറ്റി ഓഫ് വാട്ടർ അല്ലെങ്കിൽ ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് വാട്ടറിനോടും അഡ്ജസ്റ്റ് ചെയ്ത് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആനിമൽ. ഫോർ എക്സാമ്പിൾ ക്യാമൽ, മരുഭൂമിയിലെ കപ്പൽ എന്നാണ് ക്യാമൽ അറിയപ്പെടുന്നത് അല്ലേ. വെള്ളം സംഭരിക്കാനും വെള്ളം കുടിക്കാതെ കുറേ കാലം സർവൈവ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ചിങ്കാര, ഫോക്സ്, ബസ്റ്റേർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മരുഭൂമിയിൽ കാണപ്പെടുന്നത്. പിന്നെ ചില ടൈപ്പ് ഓഫ് റെപ്റ്റൈൽസ്, തേള്, പല്ലി, പാമ്പ്, അതൊക്കെ ഈ പൊറഫോയിലിൻ്റെ അകത്ത് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന, ഈ അരിപ്പ പോലുള്ള മണലിൻ്റെ അകത്ത് ഹൈഡ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആനിമൽസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. ഇനി മരുഭൂമിയിലെ ഹ്യൂമൻ ലൈഫ് അറിയാം, വളരെ എക്സ്ട്രീമായ ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ പൊതുവെ കംഫർട്ട് സീക്കേഴ്സ് ആണ് അല്ലേ. എന്ന് വെച്ചിട്ട് മരുഭൂമിയെ മനുഷ്യൻ വെറുതെ വിട്ടിട്ടില്ല. മരുഭൂമി കംഫർട്ട് അല്ല എന്ന് പറഞ്ഞിട്ട് മരുഭൂമിയെ വെറുതെ വിട്ടിട്ടില്ല. മരുഭൂമിയിലും ജനവാസമുണ്ട്. എന്നാൽ സ്പേഴ്സ്ലി പോപ്പുലേറ്റഡ് ആണ്, വളരെ കുറവാണ്. റൂറൽ സെറ്റിൽമെൻറ്റ്സ്, ട്രൈബൽ ആയിട്ടുള്ള, ഗ്രാമീണമായിട്ടുള്ള, ഗോത്രവർഗക്കാരുടെ അങ്ങനെയൊക്കെ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ്സ് ആണ് ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നൊമാഡിക് മൈഗ്രേഷൻ ആണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. അതായത് വരണ്ട കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ, എക്സ്ട്രീമായ വരണ്ട കാലാവസ്ഥ, വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഒക്കെ കുറഞ്ഞ് നല്ല ഇല്ലാതെ ആവുമ്പോൾ അവരെന്ത് ചെയ്യും, കൂട്ടമായിട്ട് മൈഗ്രേറ്റ് ചെയ്യും, പലായനം ചെയ്യും. ഇവിടെ ഉള്ളവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ പാസ്റ്ററലിസമാണ്, കന്നുകാലികളെ വളർത്തലാണ്. അതായത് എസ്പെഷ്യലി ആട്, വൂളൻ മീറ്റ് തരുന്നതും ചെമ്മരിയാടുകളായി പോലെയുള്ളതും, അതേപോലെ തന്നെ ആട്, ഒട്ടകം അങ്ങനത്തെ മൃഗങ്ങളെയൊക്കെ വളർത്തലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ജോബ് എന്ന് പറയുന്നത്, പാസ്റ്ററലിസം. അതായത് എന്താ പറയുക, ഇടയത്തം. ദെൻ ഇവിടുത്തെ അഗ്രികൾച്ചർ, മരുഭൂമി നമ്മൾ പറഞ്ഞു, രാജസ്ഥാൻ ബാഗറിലെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാനിന് ശേഷം ഉണ്ടായിട്ടുള്ള കുറേ മെഷേഴ്സിലെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇറിഗേഷൻ പ്രൊജക്റ്റുകളുടെയൊക്കെ ഭാഗമായിട്ട് ആർട്ടിഫിഷ്യൽ ഇറിഗേഷൻ, കൃത്രിമ ജലസേചനം വഴി മരുഭൂമിയുടെ പല ഭാഗങ്ങളും കൃഷിക്ക് അനുയോജ്യമാക്കി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബാജ്ര, ജോവർ, വീറ്റ്, കോട്ടൺ തുടങ്ങിയ വിളകൾ വിളയിക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധി കനാൽ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു ഇറിഗേഷൻ പ്രൊജക്റ്റ് ഉണ്ട്. അതായത് ജലസേചന പ്രൊജക്റ്റും ഇവിടെ വെള്ളം എത്തിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. മരുഭൂമികൾ വെറുതെ പരന്നു കിടക്കുന്ന മണൽപ്പരപ്പ് മാത്രമല്ല, കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഉള്ള ഭൗമ പ്രക്രിയയുടെ ഭാഗമായി രൂപം കൊണ്ടിട്ടുള്ള ജൈവ ഒരു റിസോഴ്സ് സ്പോട്ടാണ്. അതായത് ഒരു വിഭവ കലവറയാണ്. അവിടെ നമുക്ക് ഒരുപാട് ധാതുക്കൾ ലഭ്യമാണ്, ഒരുപാട് മിനറൽസ് മരുഭൂമിയിൽ ലഭ്യമാണ്. ലെഡ്, സിങ്ക്, കോപ്പർ, ജിപ്സം, ലൈംസ്റ്റോൺ, അതേപോലെ തന്നെ പല ടൈപ്പ് ഓഫ് ഈ മർക്കാന മാർബിൾ എന്ന് പറയും. നമ്മുടെ താജ്മഹലിൻ്റെ രൂപീകരണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് രാജസ്ഥാനിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള മർക്കാന മാർബിളാണ്. അതൊക്കെ രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് കിട്ടുന്ന മിനറൽ റിസോഴ്സുകളാണ്. അപ്പോൾ എന്തോരം നമ്മൾ എത്ര പറഞ്ഞാലും വളരെ റിച്ചാണ്. നമ്മൾ കാണുന്ന വെറും മണൽപ്പരപ്പ് മാത്രമല്ല, വിഭവങ്ങളുടെ ഒരു കലവറയാണ്, നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഒരു കലവറ കൂടിയാണ് മരുഭൂമി എന്ന് പറയുന്നത്. മരുഭൂമികൾ മറ്റു തരത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളും കൂടെ മരുഭൂമികളിൽ നടക്കുന്നുണ്ട്. മരുഭൂമികളിലെ കാറ്റിനെ ഉപയോഗിച്ചിട്ട് സോളാർ പാനൽസും വിൻഡ് മില്ലുകളും നിർമ്മിച്ച് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ഊർജ്ജ ഉൽപാദനം നടക്കുന്നുണ്ട്. മരുഭൂമികളിലെ ആധുനിക കാലഘട്ടത്തിലെ മരുഭൂമികളുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ് ടൂറിസം. അതായത് നമ്മുടെ വിനോദസഞ്ചാരം. അതുകൂടാതെ രാജസ്ഥാൻ മരുഭൂമിയോട് ചേർന്ന് തന്നെ ഹവാ മഹൽ, അജ്മീർ ഫോർട്ട് തുടങ്ങിയിട്ടുള്ള മധ്യകാല ഇന്ത്യയിലെ പല ആർക്കിയോളജിക്കൽ സൈറ്റുകളും പല ഫോർട്ടുകൾ, കോട്ടകളും മറ്റും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരുഭൂമികൾ ഒരു പാസീവ് ലാൻഡ് അല്ല, അവിടെ എക്കോണമിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, ഹ്യൂമൻ ലൈഫ് ഉണ്ട്, ആൻഡ് ബയോളജിക്കൽ ആയിട്ടുള്ള ജൈവപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ വേറെ നടക്കുന്നുണ്ട്, സസ്യങ്ങളും ജീവികളും ഉണ്ട്. അപ്പോൾ എനിവേ എനർജി പ്രൊഡക്ഷനും ടൂറിസവും ഒക്കെ ആയിട്ട് ആക്റ്റീവായിട്ടുള്ള ഒരു ലാൻഡ് തന്നെയാണ് മരുഭൂമികളും മരുഭൂമിയുടെ സമീപ പ്രദേശങ്ങളും.
എന്നിരുന്നാലും വളരെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥകൾ കാരണം മരുഭൂമികൾ പലതരത്തിലുള്ള ചാലഞ്ചുകൾ നേരിടുന്നുണ്ട്. ഇതും നിങ്ങൾക്ക് ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പമാണ്. നമുക്കറിയാം മരുഭൂമിയുടെ കാലാവസ്ഥ എന്താണ്, അവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത്. ആ പ്രത്യേകതകളും കാലാവസ്ഥകളും തന്നെയാണ് അവർ നേരിടുന്ന വെല്ലുവിളികൾ. മറ്റു കാലാവസ്ഥകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രീം ആയ ഹീറ്റാണ്. താർ ഡെസേർട്ട് എക്സ്പീരിയൻസ് എക്സ്ട്രീം ഹീറ്റ് കാലാവസ്ഥാപരമായിട്ടുള്ളൊരു ചാലഞ്ചാണ്, ഒരു ക്ലൈമാറ്റിക് ചാലഞ്ചാണത്. വാട്ടർ സ്കേഴ്സിറ്റി, ജലലഭ്യത വളരെ കുറവാണ്, അതും ഒരു ചാലഞ്ചാണ്. പൂവറായിട്ടുള്ള റോഡ് നെറ്റ്വർക്കാണ്. മരുഭൂമികളിലൂടെ എല്ലായിടത്തും റോഡ് നിർമ്മിക്കാനൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് വളരെ കുറവാണ്. ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ആണ് താർ ഡെസേർട്ടിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ളത്. അത് മറ്റൊരു ചാലഞ്ചാണ്. അപ്പോൾ 4 ചാലഞ്ചുകളാണ്, 4 വെല്ലുവിളികളാണ് പ്രധാനമായിട്ടും താർ ഡെസേർട്ടിൻ്റെ പ്രദേശം നേരിടുന്നത്. ചൂട്, എക്സ്ട്രീം ഹീറ്റ്, വാട്ടർ സ്കേഴ്സിറ്റി, പുവർ റോഡ് നെറ്റ്വർക്ക്, ഇന്നാഡിക്വേറ്റ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. എന്നാലും നമ്മളറിയാം മനുഷ്യൻ എന്താണ്. അശ്വമേധം എന്ന് പറയുന്ന ഒരു കവിത ഉണ്ട് ജി ശങ്കരക്കുറുപ്പിൻ്റെ. എന്താണ്, ഏത് പ്രതികൂല കാലാവസ്ഥേനെയും ഏത് പ്രതികൂല അവസ്ഥേനെയും തരണം ചെയ്യാനുള്ള ഒരു അശ്വമേധം നടത്തുകയാണ് മനുഷ്യൻ. മാനവ ചരിത്രം തന്നെ അശ്വമേധമാണ്. ലൈക്ക് നമ്മളൊരു ടാസ്ക്കാണ്. ഏത് പ്രതികൂല കാലാവസ്ഥയും നമ്മൾ തരണം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യും. സോ മനുഷ്യൻ്റെ ഹാർഡ് വർക്കിൻ്റെ ഒരു എക്സ്റ്റൻസ് ആണ് ഈ ടൂറിസവും എനർജിയും ഒക്കെ നമ്മുടെ മരുഭൂമികളിൽ ഡെവലപ്പ് ചെയ്യുകയും. ഇപ്പോൾ അറേബ്യൻ മരുഭൂമികളൊക്കെ എന്തോരം ട്രാൻസ്ഫോം ആയിട്ട് വലിയ സിറ്റികളൊക്കെ ആയി മാറുന്നു എന്നറിയില്ലേ. എന്ന് വെച്ചിട്ട് മരുഭൂമികൾ വേണ്ട, നമുക്ക് ടൗണുകൾ മാത്രം മതി എന്ന് പറയാൻ പറ്റില്ല. മരുഭൂമികൾ ഒരു തനതായ എക്കോസിസ്റ്റമാണ്, അത് വേണം. എന്നാൽ അവിടെയും ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാനും അവിടെയും മാറ്റങ്ങൾ വരുത്താനും മനുഷ്യന് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്. അപ്പോൾ വളരെ നല്ലൊരു യൂണിറ്റാണ്. ചെറിയ കാര്യങ്ങളാണ് ഈ യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞത്. ഐ ഹോപ്പ് ദിസ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. താങ്ക് യു.